നമസ്കാരം. എന്താ പറയാ, ഞാൻ ആർക്കും ഇത് പറയുന്നില്ല. വേദിയിലിരിക്കുന്നവർക്കോ സദസ്സിലുള്ളവർക്കോ ഒന്നും ഞാൻ നമസ്കാരം പറയുന്നില്ല. കാരണം നിങ്ങളൊക്കെ എൻ്റെ കൂടപ്പിറപ്പുകളാണ്. പ്രത്യേകിച്ച് നിങ്ങളെ വേർതിരിച്ച് അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം പറയുന്നില്ല. എന്തായാലും വളരെയധികം സന്തോഷം. എനിക്ക് ഈ ആദരവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ നാടിനോടും എൻ്റെ നാട്ടിലെ ജനങ്ങളോടും ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഉത്തരവാദിത്തം കൂടി വരികയാണ്. എനിക്ക് ഇത് കാണുമ്പോൾ എൻ്റെ കണ്ണും മനസ്സും നിറയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും, കലാകാരന്മാരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മണ്ണ് തന്നെയാണ് നമ്മുടെ മണ്ണ് എന്നുള്ളത്. പിന്നെ അതിലേറെ ഉപരി സ്നേഹിക്കാൻ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. അത് നമ്മൾ ബിഗ് ബോസിലൂടെ തെളിയിച്ചു കൊടുക്കും, അല്ലേ? ആത്മാർത്ഥതയും സ്നേഹവും വാരിക്കോരി കൊടുക്കുന്നവരാണെന്നുള്ളത് നമ്മൾ ബിഗ് ബോസിലൂടെ തെളിയിച്ചു കൊടുത്തു. നിലപാടിൽ ഉറച്ചു നിൽക്കുകയും സ്നേഹിക്കേണ്ടവിടത്ത് സ്നേഹിക്കുകയും പ്രതികരിക്കേണ്ടവിടത്ത് പ്രതികരിക്കുകയും ആത്മാർത്ഥത കാണിക്കേണ്ടവിടത്ത് ആത്മാർത്ഥത കാണിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് വലിയ സമ്മാനങ്ങളൊന്നും കിട്ടാതെ പോയതിൽ ഒരു സങ്കടവുമില്ല. കാരണം അവിടെ കൊടുത്ത സ്നേഹത്തിന്റെ ഇരട്ടി എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഈ ലോക മലയാളീസിന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ കൊടുത്ത സ്നേഹത്തിന്റെ പ്രതിഫലനാണ്. നമ്മൾ എത്രത്തോളം ജെന്യൂനായിട്ട് നിന്നു എന്നുള്ളതിന് തിരിച്ച് ആ സ്നേഹം എനിക്ക് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കിതിനു മുമ്പും ഒത്തിരി അച്ചീവ്മെന്റ്സ് എനിക്ക് ഞാൻ നേടിയിട്ടുണ്ട്. ഒത്തിരി അവാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് എനിക്ക് നല്ല കുങ്കുമപ്പൂയിലൂടെ ഒരുപാട് നല്ല അവാർഡ്സ് ഒക്കെ കിട്ടിയ സമയത്ത് എൻ്റെ നാട് എനിക്ക് ഇതേപോലെ ഇതിലും ഗംഭീരമായിട്ട് ഒരു ജന്മനാടിന്റെ സ്വീകരണം എനിക്ക് തന്നതാണ് 13 വർഷം 14 വർഷം മുമ്പ്. 13-14 വർഷത്തിന് ശേഷം ഈ ബിഗ് ബോസിലെ ഈ ഒരു നേട്ടത്തിനും അവരെന്നെ മറന്നില്ല. പലരും എന്നോട് ചോദിച്ചു, ഷാനവാസ്, എല്ലാവരുടെയും നാട്ടിൽ എല്ലാവർക്കും സ്വീകരണം കൊടുക്കുന്നത് കണ്ടല്ലോ, എന്താ ഷാനവാസിന് മാത്രം നാട്ടിൽ നിന്ന് സ്വീകരണം കിട്ടാത്തത്? അത് കണ്ടില്ലല്ലോ എവിടെയും എന്ന് പലരും എന്നോട് ചോദിച്ചു. ഞാനൊരു മന്ദഹാസം, ഒരു ചിരിയാണ് പാസ്സായത്. അവർക്കറിയില്ലല്ലോ നമ്മളെ പിള്ളേര് സ്ട്രോങ് ആണ്. നമ്മളെ രജനീകാന്തിന്റെ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നു, നമ്മൾ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വരും, അല്ലേ? എന്തായാലും എനിക്ക് നിങ്ങൾ തന്ന ഈ സ്നേഹവും ആദരവും ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ഉത്തരവാദിത്തങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ. വളരെയധികം സന്തോഷം. കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ. ലവ് യു. താങ്ക് യു. സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? എന്താ? നല്ലൊരു കൈയുടെ. ഇത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് മാത്രമാണ് കിട്ടിയത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എനിക്ക് ലാലേട്ടൻ്റെ ഒരു മുത്തം കിട്ടി, ഒരു ഉമ്മ കിട്ടി. അതിൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. പിന്നെ സുലൈമാനെ കണ്ടപ്പോഴാണ് എണീറ്റ് നമ്മളെ കണ്ടത്. എന്റെ ഈ പണ്ടും ഇന്നും ഇന്ന് പോലും എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ അതില്. എൻ്റെ ഷാനുവിന്റെ ഈ ഒരു മറ്റേ ഉയർച്ചയില് അഭിമാനം കൊള്ളുന്നു, സന്തോഷമുണ്ട്, എല്ലാവിധ ആശംസയും എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെന്നെ അച്ചീവ്മെന്റ്സ് ഉണ്ടായാലും എന്തെന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ സുലൈമാക്കാൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വരാറുണ്ട്. താങ്ക് യു സുലൈമാക്ക. താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ നമ്മളെ എന്താ പറയാ, കലാലയ, ഗാലക്സി, സ്കൈവേവ്, ഇവരുടെ ആരോടും നന്ദി പറഞ്ഞാൽ എനിക്ക് തീരില്ല. ഞാൻ എടുത്തു പറയാത്തത്. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടു കൂടി എനിക്ക് വേണ്ടി ഈ ഒരു സ്വീകരണ പരിപാടി നടത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. എല്ലാരോടും സ്നേഹം മാത്രം, എല്ലാരോടും നന്ദി മാത്രം. താങ്ക് യു സോ മച്ച്. ഷാനിക്ക, ഒരു മിനിറ്റ്.